തിരുവനന്തപുരം ആര്യനാട് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുക, മാനസിക ഉല്ലാസം പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫിനിക്സ് എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത്. ആലപ്പുഴയിൽ നെൽ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നെൽ കർഷകരുടെ പ്രതിഷേധ കൂട്ടായ്മ വാർപ്പാത്ത് 2025 സമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനം ഇറിഗേഷൻ, കൃഷി വകുപ്പുകളുടെ അനാസ്ഥകൾക്കെതിരെ. തൃശൂർ ഭുവനേശ്വരി ക്ഷേത്ര വികസന സമിതിയും കൊച്ചിൻ ആസ്റ്റർ മെഡിസിറ്റിയുമായി സംയുക്ത ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്ഷേത്ര മൂട്ടുപുരയിൽ വെച്ച് നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ ബേബിൻ കുമാർ നിർവഹിച്ചു. എറണാകുളം പറവൂരിൽ കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ സർക്കിൾ യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ ഷോജോ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. എടവിലങ്ങ് സ്വദേശി സെഹീൻ ദേവിനാണ് അറസ്റ്റിലായത്. നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ 22 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് തിരുവനന്തപുരം സ്വദേശി ഹക്കീം. ഇതോടെ കേസിൽ 4 പേർ പിടിയിലായി. തൃശൂരിൽ സ്വർണ്ണവള തിരികെ ചോദിച്ചതിന് ബന്ധുവായ യുവതി ആക്രമിച്ച കേസിൽ കൊടുങ്ങല്ലൂർ സ്വദേശി അറസ്റ്റിൽ. കൃഷ്ണൻ ബാബുവിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ ന്യൂമാഹി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായ NK പ്രേമൻ അന്തരിച്ചു. മുൻ പൊന്നാനി MLA PT മോഹനകൃഷ്ണൻ അനുസ്മരണവും അവാർഡ് വിതരണവും നടന്നു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ നിർവഹിച്ചു. ചരിത്രം കൊണ്ടും ദർശനം കൊണ്ടും കേരളത്തിൽ ഒരു ദീപവും അണയില്ലെന്ന് ശിവകുമാർ പറഞ്ഞു.